ശ്രീ VT ബൽറാം ചേരുന്നുണ്ട്. ശ്രീ ബൽറാം, ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു സജി ചെറിയാൻ വിവാദ പ്രസ്താവനയിൽ. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? അല്ല, ആ പ്രസ്താവന കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടിയിരുന്ന ഡാമേജ് ഏത് തരത്തിലാണോ CPM-ഉം സജി ചെറിയാനും ഉദ്ദേശിച്ചിരുന്നത് അത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാദപ്രതിവാദങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. സജി ചെറിയാന്റെ ഈ തിരുത്തൽ കൊണ്ടോ മാപ്പപേക്ഷ കൊണ്ടോ അതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സജി ചെറിയാൻ ബോധപൂർവം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തോട് തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ ഇത് എടുത്തു ചോദിച്ചപ്പോ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടാണല്ലോ ആദ്യം സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നാക്കുപിഴയല്ലായിരുന്നു ഇത് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നടത്തിയ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ അത് ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ പാർട്ടിയുടെ തീരുമാനപ്രകാരം ഒരുപക്ഷെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു. ഇവരൊക്കെ ഓരോ ടൂളുകളാണ്. സജി ചെറിയാനാവട്ടെ, AK ബാലനാവട്ടെ, അതുപോലെ വിജയരാഘവനാവട്ടെ, ഇതുപോലുള്ള ആളുകളൊക്കെ CPM-ന് ഇതുപോലെ ഓരോ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് തൊടുത്തു വിടുന്നതിനുള്ള ഓരോ ടൂളുകളാണ്, ശരങ്ങളാണ്. അവരവരുടെ ദൗത്യം നിർവഹിക്കും. അതിൻ്റെതായിട്ടുള്ള ഡിവിഡന്റ് പാർട്ടി മൊത്തത്തിൽ നേടിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ അത് വളച്ചൊടിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഘട്ടത്തിൽ അതിലൊരു ഖേദപ്രകടനം നടത്തിയതിനെ നമ്മളത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണേണ്ടതില്ലേ? പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അത് ഉണ്ടാക്കേണ്ട ഡാമേജ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട് ഈ പ്രസ്താവന നടത്തിയതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ചതാണല്ലോ, ഇതൊരു നാക്കുപിഴയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മാധ്യമങ്ങളിൽ വന്നതാണോ എന്നുള്ള നിലയിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതല്ലോ ഇതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ആ തരത്തിൽ സംശയത്തിന്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് നൽകാൻ സാധിക്കില്ല. ബോധപൂർവം അദ്ദേഹം പറഞ്ഞു, അത് ലക്ഷ്യം നേടി എന്ന് കണ്ടപ്പോൾ പാർട്ടിയുടെ തീരുമാനപ്രകാരം അത് പിൻവലിക്കുന്നതായിട്ടുള്ള പുതിയ ഒരു നാടകവുമായിട്ട് അദ്ദേഹം വരികയാണ്. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്. ഇദ്ദേഹത്തിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഒരു എന്താ പറയാ സംഘപരിവാർ ലൈനിലുള്ളതാണ്. കൃസംഗികൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ. ആ നിലയിലൊരു കൃസംഗിയാണ് സജി ചെറിയാൻ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെയും പലതരത്തിലുള്ള പ്രസ്താവനകളിലൂടെയും കേരളത്തിൽ ബോധ്യമായിട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഓൺ അഭിപ്രായം നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇപ്പോ അത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോ ആ നിലയിൽ കൂടി ഒരു നിർദ്ദേശം വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പിൻവലിക്കുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇതിൽ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതുകൊണ്ട് നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും ഇത്തരത്തിൽ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ തള്ളിപ്പറയാൻ CPM തയ്യാറാവുന്നില്ലല്ലോ. സജി ചെറിയാനാവട്ടെ, MV ഗോവിന്ദനാവട്ടെ, പിണറായി വിജയൻ തന്നെ ആവട്ടെ, ഈ വിദ്വേഷ പ്രസംഗകർക്കെതിരെയും അവർ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്താൽ മതി. അവരുമായിട്ടുള്ള സൗഹൃദമുണ്ട്, അവരുമായിട്ട് കാറി കയറി നടക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അവർ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ചില അപാകതകളുണ്ട്. അത് കേരളത്തിന് യോജിച്ചല്ല, അത് പറയാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട് CPM മറ്റ് ആളുകളുടെ കാര്യത്തിൽ കൂടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആയിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള നാടകങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ.